അപ്രോച്ച് ചെയ്യില്ല ഇനിമേ. ബിക്കോസ് ഞാൻ അപ്രോച്ച് ചെയ്തല്ലേ എനിക്ക് തന്നെ തേച്ചിട്ട് പോയി. വലിയ കാറൊക്കെ എടുത്തത് ഞാൻ കണ്ടു. ബെൻസോ കണ്ടുകൊണ്ടോ? അതെല്ലാരും വിചാരിക്കും ഞാൻ ഏതോ ഒറ്റ കാശുണ്ട്, ലോണിലുണ്ട്. ഞാൻ വിചാരിച്ചു 25 വയസ്സിനുള്ളിൽ കല്യാണമായി, 27 വയസ്സിനുള്ളിൽ ഒരു അമ്മയാവണം, 30 വയസ്സിൽ ഇനി ഒരു കുട്ടി ഉണ്ടാക്കണം. ഇത്രയും കാശ് സമ്പാദിക്കുന്ന, ഇത്രയും സംസാരിക്കുന്ന ഒരു കുട്ടിയെ തേടി ആരും വരുന്നില്ല. എന്തിനാ എല്ലാരും വിചാരിക്കുന്നത് ഞാൻ ഓൾറെഡി ഒരാളെ വെച്ചിട്ടുണ്ടെന്ന്. ശിവാംഗി കൃഷ്ണകുമാർ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ആ കാറ്റഗറി ഏതാണെന്ന് ചേച്ചി അനൗൺസ് ചെയ്യുന്നു. കാറ്റഗറി ഇസ് ഡിജിറ്റൽ ക്വീൻ 2025. ആരാണ് ആ കിരീടം ചൂടിയ രാജ്ഞി? ആരാണ്? എനി ഗസ്സസ്? കേട്ടില്ല. ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയ വീഡിയോസ് എല്ലാം തന്നെ സൂപ്പർ സെൻസേഷണൽ, സൂപ്പർ വൈറലാക്കിയ, മലയാളക്കര കീഴടക്കിയ ആ റാണി ആരാണെന്ന്? ശിവാംഗി കൃഷ്ണകുമാർ. ശിവാംഗി കൃഷ്ണകുമാർ. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസിലെ ഞങ്ങളുടെ ഡിജിറ്റൽ ക്വീൻ ശിവാംഗി. നല്ലൊരു കൈയ്യടി നൽകാം ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഡിജിറ്റൽ ക്വീൻ 2025 ശിവാംഗി കൃഷ്ണകുമാർ. സോ ലെന ചേച്ചി ഒരു ക്രൗൺ കൂടി ഞങ്ങൾ ഒന്ന് ചൂടിക്കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഡിജിറ്റലിന്റെ തന്നെ താരറാണി ആയതുകൊണ്ട് ശിവാംഗിക്കുള്ള ഒരു ക്രൗൺ സൈച്ചേട്ടൻ കൂടി ഒന്ന് ഷെയർ ചെയ്ത് സൈച്ചേട്ടന്റെ വൈഫിനോട് ഞങ്ങൾ പറഞ്ഞേക്കാം, ഒന്ന് പേടിക്കണ്ട, ജസ്റ്റ് ഒരു ക്രൗൺ കൂടി ചൂടിക്കൊടുക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഡിജിറ്റൽ ക്വീൻ 2025 ശിവാംഗി കൃഷ്ണകുമാർ. കൂടി നൽകുന്നത്, സർട്ടിഫിക്കറ്റ് നൽകുന്നത് ലെന മാം ആണ്. സർട്ടിഫിക്കറ്റ് നൽകുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് ആണ് ലെന ചേച്ചി നൽകാൻ പോകുന്നത്. ഐ വാസ് ആക്ച്വലി ലോങ്ങിങ് ടു മീറ്റ് യു ഔട്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. എന്താണ് ഈ ഒരു എല്ലാ വീഡിയോസും എങ്ങനെയാണ് ഇങ്ങനെ വൈറലാക്കാൻ പറ്റുന്നത് ശിവാംഗി? അതൊരു ദൈവാധീനം കൊണ്ടാണ്. ആൻഡ് എൻ്റെ കുടുംബം ഭയങ്കരമായിട്ട് പ്രാർത്ഥന എല്ലാം ചെയ്യും. അതുകൊണ്ട് എനിക്ക് വന്ന് ആ ഒരു ബ്ലെസ്സിങ്സ്. ആൻഡ് ഞാൻ ആക്ച്വലി എന്താണെന്ന്, ഇത്ര മലയാളികൾ ഇരിക്കുന്നുല്ലേ, എനിക്ക് ശരിക്കും മലയാളം പോലും സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, എന്നാൽ എല്ലാവരും ട്രോൾ ആക്കുന്ന മാതിരി എന്നെ ട്രോൾ ചെയ്ത് എന്നെ അക്സെപ്റ്റേ ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്ര അക്സെപ്റ്റ് ചെയ്തു, എനിക്ക് അതുവേ വന്ന് ഭയങ്കര സന്തോഷമാണ്. താഴെ വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ ഒരു മൂഡില്ലായിരുന്നു. ഞാൻ വന്ന് കയ്യിൽ വന്ന് കിട്ടിയ ഡ്രസ്സ് അതെല്ലാം ഇട്ടോ, അമ്മ ആണെങ്കിൽ റൂമിൽ വന്ന് ഇറങ്ങി വാടി എന്നെല്ലാം പറഞ്ഞ് എന്നെ തിട്ടി. എന്നിട്ടാണ് ഞാൻ ഇന്റർവ്യൂ കൊടുത്തത്. ശരിയെന്നോ നോക്കിയാ കെന്നഡ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ വന്ന് സംസാരിച്ച് ഒരു 3 മണിക്കൂർ ഇന്റർവ്യൂ പോയി. പക്ഷെ ആ ഇന്റർവ്യൂ കാരണമാണ് ഇന്ന് എനിക്ക് വന്ന് കേരളത്തിൽ കുറേ പേർക്ക് എന്നെ അറിയുന്നത്. സൂപ്പർ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കറിയാം ഇത്രയും വ്യൂസിന് ഇത്രയും പൈസയൊക്കെ യൂട്യൂബ് ഡിജിറ്റൽ മീഡിയ തരും എന്ന് നമുക്കറിയാം, ചേച്ചിക്ക് അറിയാം. അപ്പൊ ഇത്രയും പൈസയൊക്കെ എന്ത് ചെയ്യുന്നു ഈ ചെറിയ പ്രായത്തില്? പൈസയാ? ഞാൻ യൂട്യൂബിലിട്ട് ഒരു കുറെ നാളായി, അത്ര ഇടാറില്ല ഇപ്പം. അല്ല, മറ്റുള്ള കാരണം യൂട്യൂബ് ചാനലിലെല്ലാം കൊടുക്കുന്നില്ലേ യുവർ ഇന്റർവ്യൂ, യുവർ കണ്ടന്റ്? ഞാൻ എവിടെ സമ്പാദിക്കുന്നു? അവരല്ലേ സമ്പാദിക്കുന്നത്. ഒന്നും പൈസയൊന്നും തരുന്നില്ല? ഇല്ല. ഓ മൈ ഗോഡ്. അപ്പൊ സ്നേഹത്തിന് വേണ്ടിയാണോ ഇത് കൊടുക്കുന്നത്? മൈൽസ്റ്റോൺ മേക്കേഴ്സ് അത്ര ഇന്റർവ്യൂ വ്യൂസ് പോയി, ഒരു പാതി ഷെയർ എനിക്ക് വേണം ആക്ച്വലി. ഓ മൈ ഗോഡ്. ഷാൽവിൻ, മിനിമം 1 കോടിയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന് കൊടുക്കണം. ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു കിരീടത്തിൽ ഇത് ഒതുക്കാന്ന് വിചാരിക്കണ്ട. കറക്റ്റ്. ഞാൻ ഇന്റർവ്യൂവിൽ എന്താ ആക്ച്വലി ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്താ, നിങ്ങൾക്കൊരു പബ്ലിസിറ്റി, അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്കും ഒരു പബ്ലിസിറ്റിയാണ്. സോ അതുകൊണ്ട് ആ ഒരു ടേംസിൽ നമ്മൾ ഒന്ന് പോയി ജാലിയ സംസാരിച്ചിട്ട് വരണം. ഓക്കെ. പക്ഷെ ഇത്രയും വരുമ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ വൈറ്റ് ഡ്രസ്സിൽ എനിക്ക് തോന്നുന്നു ഈ ഫെയറി ടെയിലെ പ്രിൻസസ് ഒക്കെ വരുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഫെയറി ടെയിലെ പ്രിൻസിനെ പറ്റി പറയണം. ഇത് എവിടെ തിരിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്നെ ഒന്ന് വിടുന്നേലപ്പാ. എനിക്കൊന്ന് എന്താന്നാ, ലെന ചേച്ചിയുടെ സ്റ്റോറി സൂപ്പർ ഉണ്ടായിരുന്നു. ഞാൻ വന്ന് എവിടെയെങ്കിലും ആരെങ്കിലും എന്നെ ഇന്റർവ്യൂ കണ്ട് എന്നെ വന്ന് സാർ മാരി വന്ന് പ്രപ്പോസ് ചെയ്യും. അത്ര അല്ല, ഒരു ഞാൻ നോക്കുന്നില്ല, വർക്കൗട്ട് ആവുന്നില്ല. ആരെങ്കിലും ഇന്റർവ്യൂ കണ്ട് എന്നെ തേടി വന്നാലേ ഉള്ളൂ. ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും കാശ് സമ്പാദിക്കുന്ന, ഇത്രയും സംസാരിക്കുന്ന ഒരു കുട്ടിയെ തേടി ആരും വരുന്നില്ല. എന്തിനാ എല്ലാരും വിചാരിക്കുന്നത് ഞാൻ ഓൾറെഡി ഒരാളെ വെച്ചിട്ടുണ്ടെന്ന്. അതൊന്ന്. ഇന്നൊന്ന് വേറെ ചില പ്രോബ്ലങ്ങളുണ്ട്. വേറെ ചില പ്രോബ്ലം പറഞ്ഞ ഒരു പ്രോബ്ലം சொல்ல முடியுமா? அது என்ன ப்ராப்ளம்னா,
ഞാൻ എല്ലാരും വിചാരിക്കാണ് ഞാൻ വന്ന് ഭയങ്കരമായിട്ട് എതിർപ്പാക്കും ഇത് എന്തെന്നാ എതിർപ്പാക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടാവും അങ്ങനെ എന്നൊക്കെ, പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ഇതൊക്കെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ചേച്ചി പെട്ടെന്ന് ഒരു വീഡിയോ കാണിച്ചു തരട്ടെ? ഓക്കെ, എന്തോ ആ പിടിക്കാൻ വന്നു. ഓക്കെ, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ പ്ലീസ്. ഒരു പടം ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബായി. കല്യാണമേ കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു പോയി പടം. ആ പടം കണ്ട് എനിക്ക് എന്റെ കല്യാണ ജീവിതം ആലോചിച്ച് ഞാൻ ഛർദ്ദിക്കുകയാണ് ചെയ്തത്. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ കുട്ടി എന്തൊക്കെയോ പറയുന്നത്, ഞാനിതിന് ഉത്തരവാദിയല്ല. ഉണ്ണി മുകുന്ദൻ അവர்களെ ഒന്ന് എനിക്കൊന്ന് പഞ്ചാബി ഹൗസിൽ അഭിനയിച്ചുല്ലേ? സയ്യാവേ പഞ്ചാബി ഹൗസാ മല്ലു പാട്ടാറിന്റെ ലാലേട്ടന്റെ പാട്ടേ ഞാൻ ജാക്സൺ അല്ലടാ ആ പാട്ട് എല്ലാരും എനിക്കറിയാം. കവിത ബൈജു, നനസ്വര, ബേസിൽ ജോസഫ്, പ്രണവ് മോഹൻലാല്, കല്യാണി. അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ണി മുകുന്ദനോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. എനിക്ക് നിറയെ പേരുടെ ക്രഷ് ഉണ്ട്. ഉണ്ണി മുകുന്ദൻ ഒരാള്, രണ്ടാമത് മൂന്നാമത് നാലാമത് சொல்ல முடியுமா? சொல்ல முடியும். ഫസ്റ്റ് ഉണ്ണി മുകുന്ദൻ, സെക്കൻഡ് വന്ന് ധ്രുവ് വിക്രം, തേർഡ് വന്ന് മലയാളികളെ കുറെ പേരുണ്ട്, ആസിഫ് അലി. ആ കല്യാണം കഴിഞ്ഞു, കുഴപ്പമില്ല. ഓക്കെ, ബട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് ഇത് ഇവര് സന്ദീപ്, നമ്മുടെ എക്കോയിലെ സന്ദീപ്, പടക്കളം സന്ദീപ്. ഓക്കെ, എന്തുകൊണ്ടാണ് സന്ദീപിനെയും ധ്രുവ് വിക്രമിനെയും ഒക്കെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? കാരണം ലെന ചേച്ചി പറഞ്ഞു, അല്ല ഹസ്ബൻഡ് പറഞ്ഞു, ലെന ചേച്ചിയുടെ കണ്ണ് കണ്ടപ്പോഴാണ് ആ ഫയർ കിട്ടിയത്, എന്താ ഒരു വൈബ് കിട്ടിയെന്ന്. എന്തുകൊണ്ടാണ് ഈ ധ്രുവ് വിക്രമിനും സന്ദീപിലും ഒക്കെ ആ ഫയർ കണ്ടത്? എങ്ങനെയാണ്? ഞാനേതോ അവരെ കണ്ട് കല്യാണം കഴിച്ച മാതിരി അവർ കല്യാണം കഴിച്ചു ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എനിക്കൊന്ന് ക്രഷാണ്. ഇനി ഞാൻ ഫോട്ടോയിലെ കണ്ടിട്ടില്ല, നേരത്തെ കണ്ടല്ലേ പറയാൻ. അപ്പൊ ഇപ്പൊ ധ്രുവ് വിക്രം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധ്രുവ് വിളിക്കുകയാണ്, ഞാൻ റെഡിയാണ് ശിവാംഗി, നീയുമായിട്ട് എന്തോ ഒരു അലിയൻസിന് ഞാൻ റെഡി അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചാൽ എന്ത് പറയും? സോറി, ഐ എം ഓൾറെഡി ടേക്ക് എന്ന് അവര് പറയും. ആര്? ധ്രുവോ? അയ്യോ, ഓക്കെ, കട്ടി ഇത് എഡിറ്റ്. ഓക്കെ, സന്ദീപ് വന്നാൽ എന്ത് ചെയ്യും? സന്ദീപ് അടുത്ത് പോയി എനിക്കൊന്ന് ഭയങ്കര ഫാനാ, എനിക്ക് നിങ്ങളുടെ പടക്കളം ഭയങ്കര ഇഷ്ടമായി, എസ്പെഷ്യലി ആ 3 റോൾ ഡിഫറെന്റാ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഒരുമാതിരി ആയിപ്പോയി, അങ്ങനെ എന്നൊക്കെ ഞാൻ പറയും. ഇത്രയും പറയുമ്പോൾ തന്നെ സന്ദീപ് ഫ്ലാറ്റ്. അല്ല, ഇനിയിപ്പോ ഉണ്ണി മുകുന്ദൻ ആണെങ്കിലോ? അയ്യോ, ഉണ്ണി മുകുന്ദൻ എന്റെ ചൈൽഡ്ഹുഡ് ക്രഷ്. എനിക്ക് കണ്ടാലേ അത്ര വലിയ ഹൈറ്റ് ബോഡി എല്ലാം കണ്ടാലേ ഞാൻ വന്ന് ആയിപ്പോകും. ആ കണ്ണാണോ ചിരിയാണോ ഉണ്ണിയുടെ ഇത്രയും അട്രാക്ട് ചെയ്തത്? ഫേസ്. എല്ലാരും ഇപ്പോ ബോയ്സ് എല്ലാം വന്ന് ഗേൾസിന്റെ കണ്ണ്, മൂക്ക് അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് ഓവറോൾ കണ്ട ഒരു ജഡ്ജ്മെന്റ് ആണ് എപ്പോമേ. ഉണ്ണി ഓവറോൾ ഉണ്ണിക്ക് ഒരു മാർക്ക് ഇടുകയാണെങ്കിൽ 9.5 മാർക്ക് ഔട്ട് ഓഫ് 10 അല്ലേ ശിവാംഗി? ഞാനാരാ മാർക്ക് ഇടാൻ? മാർക്ക് ഇടുന്നില്ല നമ്മൾ. ഇല്ല, ദൈവം സൃഷ്ടിച്ചതാണ്, നമ്മൾ മാർക്കിട്ട് അതിനെ വന്ന് ചെയ്യാൻ പാടില്ല. എനിക്ക് ഒരുപാട് എന്റെ കുട്ടിയുടെ അടുത്ത് നിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ മാർക്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഉണ്ണി ഇപ്പൊ ഉണ്ണി കൈ തട്ടിയത് ബിബിൻ ജോർജ് ഓൾറെഡി മാരീഡ് 3 കിഡ്സ് പോയി വിട്ട്, അത് ഓൾറെഡി ടേക്കൺ, ടു മച്ച് ടേക്കൺ, വിട്ടേക്കു ഞങ്ങള്. ഓക്കെ, അപ്പൊ സന്ദീപും ഉണ്ണി മുകുന്ദനും ഒരുമിച്ച് വന്നു, എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. ഞാൻ രണ്ടുപേരുടെ കൂടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കും. കല്യാണത്തിലേക്കൊന്നും കടക്കില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യോ? എടുത്തോണ്ടേ പോയി. അപ്പൊ അത് ക്രീപ്പി ബിഹേവിയർ. അത് അപ്പൊ ഞാൻ ചോദിക്കട്ടോ ഒരു കാര്യം, ജെൻസി കുട്ടികളുടെ ചോദ്യമാണ്, സിറ്റുവേഷൻഷിപ്പോ റിലേഷൻഷിപ്പോ? ഞാൻ ജെൻസി ആയിരുന്നാലുമേ ഞാൻ ഒരു ഭയങ്കര ഓൾഡ് സ്കൂൾ കുട്ടിയാണ്. എനിക്ക് വന്ന് ഇങ്ങനെ സ്മോൾ തിങ്സ് മാറ്റേഴ്സ് ടു മീ ലോട്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എന്താ പറയണ്ടേ, എനിക്ക് റിലേഷൻഷിപ്പ് അത് സിറ്റുവേഷൻഷിപ്പ്, അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പേ സിറ്റുവേഷൻഷിപ്പ് മാതിരി ആയിക്കൊണ്ടിരിക്കാൻ. റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴേ ഇത് വന്ന് എന്ത് കല്യാണം കഴിക്കോ ഇല്ലയോ, ഇത് എവിടേക്ക് പോകുന്നോ ഇല്ലയോ, ശരി ഇപ്പോഴേക്ക് ചുമ്മാ ജാലിയായിരിക്കാം, അങ്ങനെയെന്നാണ് ഇപ്പം എല്ലാം പോകുന്നത് റിലേഷൻഷിപ്പ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഐ സ്റ്റിൽ വാണ്ട് ദറ്റ് റീഅഷ്യൂറൻസ്, ദറ്റ് ടൈം, അറ്റൻഷൻ. അതിപ്പോൾ ഭയങ്കര ഒരുമാതിരി ലാക്കിംഗ് ഉണ്ട്. ഓ അങ്ങനെ. ബെഞ്ചിങ്ങിൽ വല്ല താല്പര്യമുണ്ടോ? എന്ത് ബെഞ്ചിങ്ങാ? അങ്ങനെ ഓ നല്ല കുട്ടി കേട്ടോ. എന്റെ ചേച്ചിക്ക് അറിയാം ബെഞ്ചിങ് എന്താ. ബെഞ്ചിങ് അല്ലെ, ബെഞ്ചിങ് എന്നൊരു സാധനമുണ്ട്, ബിബിൻ അറിയാം ബെഞ്ചിങ്. അതായത് ഒരു ബെഞ്ചിൽ നമ്മൾ 3-4 പേരെ ഇരുത്തുന്നത് പോലെ നമ്മളിങ്ങനെ സ്റ്റാൻഡ് ബൈ വെക്കും. ഒരാൾ പോയാൽ അടുത്ത ആള് പോയാൽ അടുത്ത ആള്. അത്ര ടാലന്റ് എനിക്കില്ല. അതായത് നമുക്കെല്ലാം നൈറ്റ് ഉറങ്ങാനേ ടൈമില്ല. ഇതിൽ 3 പേരെ നിൽക്ക വെച്ച് അവൻ്റെ ഉറക്കം കെടുത്തി
ഈ പാപം ഇത്രയും പാപം നമുക്ക് ആവശ്യമില്ല. അത്രയും ഭാവം വേണ്ട. എന്നാലും ഒരു പയ്യനെ കണ്ടു, ഈ പറഞ്ഞു ഒരു പയ്യനെ കണ്ടിട്ട് ഫസ്റ്റ് ലുക്കിലെ ഒരു ഓക്കെ ആയി. എങ്ങനെ, ഹൗ വിൽ യു അപ്രോച്ച് ദാറ്റ് ഗൈ? ഞാൻ അപ്രോച്ച് ചെയ്യില്ല ഇനിമേ. ബിക്കോസ് ഞാൻ അപ്രോച്ച് ചെയ്തല്ലേ എനിക്ക് തന്നെ തേച്ചിട്ട് പോയി. റിയലി? ഇത്രയും സൗന്ദര്യമുള്ള ഇത്രയും കഴിവുള്ള കുട്ടീനെ ആരാണ് തേച്ചത്? സൗന്ദര്യമല്ല, ഇപ്പോഴാ വരാൻ തുടങ്ങിയത്. പണ്ടെല്ലാം കുറച്ച് ഓക്കെ തന്നെയായിരുന്നു ഞാൻ. സൗന്ദര്യം കുറച്ച് ഇപ്പൊ കുറച്ച് 26-27 വയസ്സിലാവുമ്പോൾ നമുക്ക് മെച്യൂരിറ്റി വരില്ലേ, അപ്പോഴാണ് വരാൻ തുടങ്ങി. അതിനു മുമ്പ് ആരത്? ബിബിൻ ജോർജിന് സഹിക്കുന്നില്ല. അതാ നിങ്ങൾ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നു. എന്നാലും സൗന്ദര്യം, അപ്പൊ ഇത്രയും സൗന്ദര്യം കഴിവ് ഇത്രയും സമ്പാദിക്കുന്ന വലിയ കാറൊക്കെ എടുത്തത് ഞാൻ കണ്ടു. ബെൻസോ കണ്ടുകൊണ്ടോ? അതെല്ലാരും വിചാരിക്കും ഞാൻ ഏതോ ഒറ്റ കാശുണ്ട്, ലോണിലുണ്ട്, അതുകൊണ്ട് ലോണുണ്ട്, കുഴപ്പമില്ല. ലോണുണ്ട്. പ്ലസ് ഞാൻ ആ കാശ് എൻ്റെ കല്യാണത്തിന് ചേർത്ത് വെച്ച കാശാണ് FD-യിൽ. ഞാൻ വിചാരിച്ചു 25 വയസ്സിനുള്ളിൽ കല്യാണമായി, 27 വയസ്സിനുള്ളിൽ ഒരു അമ്മയാവണം, 30 വയസ്സിൽ ഇനിയൊരു കുട്ടി ഉണ്ടാക്കണം. അതോടെ എൻ്റെ പ്ലാൻ എങ്ങനെയായിരുന്നു? 25 വയസ്സിൽ കല്യാണം നടന്നില്ല, കാശുണ്ടായിരുന്നു, കാർ വാങ്ങി. ഇതാണ് സ്റ്റോറി. സെമ്മ പ്ലാനിങ് മച്ചാ. ഞാൻ പോലും 35 വയസ്സായി, ഇപ്പോഴും പിള്ളേരെ പറ്റി പ്ലാനിങ് തുടങ്ങുന്ന പോലും ഇല്ല. ഓ മൈ ഗോഡ്. എന്നിട്ട് എത്ര കുട്ടികളാണ് വേണം എന്ന് ആലോചിച്ചിരുന്നത്? അപ്പൊ 26-ല് 1, 30-നുള്ളിൽ 2 ഫിനിഷ് ലൈഫ്. ഓക്കെ, അങ്ങനെ 30-ല് 2 ഫിനിഷ് ഇല്ലേ? അതെ, ഈ ഉലകത്തില് 2 പേരെ അത് ഒരാളെ വാക്കുന്നതേ ഇന്ന് ഇതാണ്ട്. ഇന്നാണ് ഞാൻ വന്ന് ഒരു LKG പ്ലാൻ ചോദിച്ചത്. LKG-ന് 1.5 ലക്ഷം രൂപയാണ് ഇന്ന് ഫീസ്. അപ്പൊ എങ്ങനെ ഞാൻ വന്ന് എല്ലാവർക്കും ഇത്ര കുട്ടികളെ ഉണ്ടാക്കി ആരവർക്ക് കാശ് കൊടുക്കും? 12 കോളേജെല്ലാം വന്ന് ഇത് 4th ഇയർ വരെ പഠിക്കണം. ഇതിൽ വേറെ മാസ്റ്റേഴ്സ് പഠിച്ചിട്ട് പോലും ചില പേർക്ക് ഇന്ന് ജോലി വേറെ കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? 2 കുട്ടികൾ മറ്റും പോതും. അങ്ങനെയല്ല, ഞാൻ വന്ന് 1-2 നോക്കാം. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, വിഷ്ണു. ഇതെല്ലാമേ കേട്ട് പഠിക്കുങ്കോ കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ശിവാംഗി ഇനി ഒരുപാട് സംസാരിക്കണം എന്നുണ്ട്. എന്നാലും വിശേഷങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, വെയിറ്റ് ചെയ്യട്ടെ. ഒരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ, സർപ്രൈസ് ഉണ്ടാ? ആരെങ്കിലും കൂട്ടിട്ട് വരുന്നുണ്ടാ? അത് വെയിറ്റ് ചെയ്യണം, അത് ഞങ്ങളിപ്പോൾ പറയത്തില്ല. ഓക്കെ 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 ഓക്കെ. അപ്പോൾ വലിയൊരു കൈയടി കൊടുത്തോണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അവാർഡ് വാങ്ങിയതിന് നന്ദിയേ പറഞ്ഞില്ല. ഓക്കെ, സോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് മികപ്പെരിയ ഒരു നന്ദി. എന്തിനാന്നാ അവരുടെ ഇൻ്റർവ്യൂ കാരണം എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്ന് കേരളത്തിൽ നിന്ന് എനിക്ക് കിട്ടി. 1 ഈസ് ലവ്ലി മൂവി വന്ന് ആ പടം ലവ്ലി മൂവി ഓപ്പർച്യൂണിറ്റി കിട്ടി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ ഇവിടെ ഷോസ് എല്ലാം പാടാൻ, കേരളത്തിൽ ഷോസ് എല്ലാം പാടാൻ എനിക്ക് വന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടി. കുറേ ഇൻ്റർവ്യൂസ് അതിനു മുമ്പ് കൊടുത്തിരുന്നു. ബട്ട് മൈൽ സ്റ്റോണിൻ്റെ ഇൻ്റർവ്യൂ അങ്ങനെ ഒരുമാതിരി ബാങ് അങ്ങനെ ഒന്നായിപ്പോയി. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് കെന്നൊരു നന്ദി പറയണം. എന്തിനാ അന്ന് തീരെ മൂഡ് ഓഫ് ഇല്ല എനിക്ക് ഇൻ്റർവ്യൂ തരാൻ, മൂഡ് ഓഫ് എനിക്ക്. എന്നാൽ കെന്ന വന്ന് ജാലിയെന്നോ എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് ഞാനും ജാലിയായിപ്പോയി. അതാണ് നിങ്ങൾ കാണുന്ന ഇത്ര വ്യൂസ്. സോ താങ്ക് യു സോ മച്ച് കെന്ന ആൻഡ് കെന്നയുടെ ഹസ്ബൻഡ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മലയാളി മക്കളിന് എനിക്ക് വന്ന് മികപ്പെരിയ ഒരു താങ്ക്സ്. എന്തിനാന്നാ ഞാനെല്ലാം മുമ്പ് കൊച്ചിയിൽ ലുലു മാളിലെല്ലാം പോകുമ്പോൾ ആരെങ്കിലും വന്ന്, കൊച്ചിയിലെല്ലാം എന്നെ അറിയില്ല, കേരളയിലെല്ലാം അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മേ ബി 1 ഡേ കേരളത്തിൽ എന്നെ ആരെങ്കിലും തിരിച്ചറിയണം, അങ്ങനെ ഞാൻ വന്ന് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു 4 years ബാക്ക്. അപ്പോൾ വന്ന് ബട്ട് ഇപ്പോൾ ഞാൻ വന്ന് ചെന്നൈയിൽ നിന്ന് കൊച്ചിക്ക് ഒരു ഫ്ലൈറ്റ് കയറുമ്പോഴേ എല്ലാവരും വന്ന് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു. സോ എനിക്ക് അതിനെല്ലാം വന്ന് കേരള മക്കളിന് ഭയങ്കര നന്ദി, കേരള പ്രേക്ഷകർക്ക് ഭയങ്കര നന്ദി, ദൈവത്തിന് നന്ദി, എൻ്റെ അമ്മാന് നന്ദി. എൻ്റെ അമ്മയാണ് എല്ലാം കേരള എന്ന് മലയാളികളെ വിടല്ലേ എന്ന് എൻ്റെ അമ്മയാണ് പറഞ്ഞത്. സോ എൻ്റെ അമ്മയ്ക്ക് മികപ്പെരിയ നന്ദി. എൻ്റെ അമ്മേനെ ഇത് കാണാൻ പറ്റിയില്ല. ആൻഡ് ഇത് ഞാൻ കേരളത്തിൽ വാങ്ങുന്ന ഫസ്റ്റ് അവാർഡ്. സോ അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇനി കുറേ അവാർഡ് ഞാൻ കേരളത്തിൽ വാങ്ങിക്കാം. എത്ര പേരെ തേച്ചിട്ടുണ്ട്, എത്ര പേര് തേച്ചു എന്നൊക്കെ നമുക്ക് അപ്പോൾ അറിയാം. എന്താ തേച്ചു പറഞ്ഞ അയണിങ്, മീൻ ബ്രേക്കപ്പ്, ബിട്രയൽ. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. അപ്പോൾ അടുത്ത സെഷനിൽ ഞങ്ങൾ വെയിറ്റ്